എൻ്റെ കയ്യിലുള്ള മുഴുവൻ പണവും നഷ്ടപ്പെട്ടു പോയാലും ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു നാട്ടിലെ തെരുവിൽ എന്നെ കൊണ്ടുപോയി വിടുകയാണെങ്കിൽ 5-10 വർഷം കൊണ്ട് എൻ്റെ കയ്യിൽ നിന്നും നഷ്ടമായ മുഴുവൻ സമ്പത്തും പണവും എനിക്ക് പിന്നെയും ഉണ്ടാക്കാൻ സാധിക്കും. അതെങ്ങനെ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ സമ്പത്ത് ഉണ്ടാക്കുന്നതും പണം സമ്പാദിക്കുന്നതും ഇറ്റ്സ് ജസ്റ്റ് എ സ്കിൽ സെറ്റ്. അതെ, മറ്റുള്ള കഴിവുകളൊക്കെ പോലെ ഇതും ഒരു കഴിവാണ്. ആൻഡ് ഇത് ആർക്കു വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നാണ് ഏഞ്ചൽ ഇൻവെസ്റ്ററായ നേവൽ രവികാന്ത് പറയുന്നത്. നിറയെ പണവും സമ്പത്തും ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് പണിയെടുക്കണം എന്നാണ് കുറേ ആളുകൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അത് ശരിയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും ഇല്ല എന്നതാണ് സത്യം. ഇറ്റ്സ് നോട്ട് റിയലി അബൌട്ട് ഹാർഡ് വർക്ക്. ഇങ്ങനെ ഹാർഡ് വർക്കിനെ ബേസ് ചെയ്തായിരുന്നു പണം കിട്ടുന്നതെങ്കിൽ മണിക്കൂറുകളോളം കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന ആളുകൾ നമുക്ക് ചുറ്റുമില്ലേ? അവരൊക്കെ എന്നേ പണക്കാരന്മാരായനെ. സമ്പന്നനാകണമെങ്കിൽ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം എന്നറിയണം, എങ്ങനെ ചെയ്യണം എന്നറിയണം, ആരുടെ കൂടെ ചേർന്ന് ചെയ്യണം എന്നറിയണം, ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റായി അത് എപ്പോൾ ചെയ്യണം എന്നറിയണം. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, സമ്പന്നനാകണമെങ്കിൽ വെറുതെ ഹാർഡ് വർക്ക് ചെയ്യാതെ ചെയ്യേണ്ട കാര്യം എന്താണെന്നും എങ്ങനെയാണെന്നും ഒക്കെ കണ്ടെത്തി അതിനെ കൂടുതൽ മനസ്സിലാക്കിയിട്ട് ആ അറിവ് ഉപയോഗിച്ച് അത് ചെയ്യാൻ ശ്രമിക്കണം. യെസ്, ഓഫ് കോഴ്സ് ഹാർഡ് വർക്ക് അത്യാവശ്യമാണ്. എന്നാൽ ആ ഹാർഡ് വർക്ക് കൃത്യമായി വേണ്ട കാര്യങ്ങളിൽ മാത്രം ഉപയോഗിച്ചാൽ മാത്രമേ വേണ്ടതെല്ലാം നമുക്ക് പെട്ടെന്ന് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി നിങ്ങൾക്ക് എന്ത് ജോലിയാണ് ചെയ്യേണ്ടത് എന്ന് അറിയില്ലെങ്കിൽ ആദ്യം ആ ജോലി കണ്ടെത്തുക. ഇപ്പോഴും കുറേ ആളുകളുണ്ട് എന്താണ് ചെയ്യേണ്ടതെന്നൊന്നും അറിയാതെ വെറുതെ ഒരു കാര്യവുമില്ലാതെ കഠിനാധ്വാനം ചെയ്യുന്നവർ. എന്നാൽ ഈ അധ്വാനം കൊണ്ട് അവർക്ക് യാതൊരു ഗുണവും ലഭിക്കുന്നതുമില്ല. ഈ ആളുകളുടെ കൂട്ടത്തിൽ നിങ്ങൾ ഒരിക്കലും ചേരാൻ പാടില്ല. നേവൽ രവികാന്ത് കുറേ വർഷങ്ങളായി അയാളുടെ മനസ്സിലുള്ള അയാൾ കൃത്യമായി ഫോളോ ചെയ്തുകൊണ്ടിരുന്ന പ്രിൻസിപ്പൾസും നോളജുകളും എല്ലാം ട്വിറ്ററിൽ ട്വീറ്റ്സ് ആയിട്ട് മറ്റുള്ളവരെ കൂടി അറിയിക്കുമായിരുന്നു. ഈ ട്വീറ്റ്സ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് എറിക് ജോർഗൻസൺ എന്ന ആൾ ഒരു പുസ്തകമായിട്ട് ഇത് പ്രസിദ്ധീകരിച്ചു. ആൻഡ് ആ പുസ്തകത്തിൻ്റെ പേര് ദ ആൽമനാക് ഓഫ് നേവൽ രവികാന്ത് എന്നാണ്. നമ്മൾ ഈ പുസ്തകത്തെ അടിസ്ഥാനമാക്കി നേവൽ രവികാന്തിൻ്റെ ഐഡിയാസും നോളജും പ്രിൻസിപ്പിൾസും ഒക്കെ ഒരു സീരീസ് ആയിട്ട് അതിൻ്റെ എസൻസ് നഷ്ടമാക്കാതെ തന്നെ എഫക്റ്റീവായ വഴിയിൽ വളരെ ഷോർട്ടാക്കി നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ പോവുകയാണ്. ധാരാളം ആളുകളുടെ ജീവിതം സക്സസ്ഫുൾ ആക്കാൻ പ്രചോദനമായിട്ടുള്ള ഈ പുസ്തകത്തിലേക്ക് കടക്കും മുമ്പ് ലൈഫിൽ സക്സസ് കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു 90 ഡേയ്സ് ചലഞ്ച് കൂടി ഞാൻ പരിചയപ്പെടുത്തട്ടെ. 90 ഡേയ്സിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സീരിയസ് ആയിട്ടുള്ള ചേഞ്ച് കൊണ്ടുവരണമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ടൈം ഫോർ ഗ്രേറ്റ്നസ് കണ്ടക്ട് ചെയ്യുന്ന അഡ്വാൻസ് ആയിട്ടുള്ള 90 ഡേയ്സ് ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാം നിങ്ങൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്തതാണ്. നിങ്ങൾ ഇതുവരെ ജീവിച്ചുകൊണ്ടിരുന്നത് എങ്ങനെയാണോ അങ്ങനെ തന്നെ തുടർന്നാൽ നിങ്ങൾക്ക് ലൈഫിൽ കിട്ടുന്ന റിസൾട്ടും അതുപോലെയൊക്കെ തന്നെയായിരിക്കും. ഇനി ഒരു ദിവസം പോലും നിങ്ങളുടെ ഒരു ഡ്രീം ലൈഫ് ബിൽഡ് ചെയ്യാൻ, നിങ്ങളുടെ ബെസ്റ്റ് വെർഷനിൽ ജീവിക്കാൻ വേണ്ടി ആവശ്യമായ മാറ്റങ്ങൾ വരുത്താതെ ഇനിയും നിങ്ങൾ ദിവസങ്ങൾ തള്ളി നീക്കരുത്. ഇനിയും നിങ്ങൾ സമയം കളയേണ്ടതില്ല. ഇത് നിങ്ങളുടെ മാറ്റത്തിനുള്ള സമയമാണ്. ഈ 90 ഡേയ്സ് ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാമിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തി അവരുടെ ലൈഫിൽ സക്സസ് ആകാനും ഒരു ബെറ്റർ ആയിട്ടുള്ള ലൈഫ് ബിൽഡ് ചെയ്തെടുക്കാനും ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ട്രെയിനിങ്ങിലൂടെ കടന്നു പോകും. നിങ്ങളുടെ ലൈഫിൽ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാനും ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള കോച്ചിങ് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. നിങ്ങളെപ്പറ്റിയും നിങ്ങളുടെ ജീവിതത്തെപ്പറ്റിയും ഒരു ക്ലിയർ അവയർനെസ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ ആകും. നിങ്ങൾക്ക് അടുത്ത ലെവലിലേക്ക് കടക്കാൻ വേണ്ടി എവിടെയൊക്കെ ഇംപ്രൂവ് ചെയ്യണം, എവിടെയൊക്കെ വർക്ക് തുടങ്ങണം എന്നതിൽ നിങ്ങൾക്ക് ക്ലിയർ ആകുകയും ചെയ്യും. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എങ്ങോട്ടാണ് പോകേണ്ടത്, ഏത് ഡയറക്ഷനിലേക്കാണ് സഞ്ചരിച്ച് തുടങ്ങേണ്ടത് എന്ന വ്യക്തമായ ധാരണ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനാകും. പേഴ്സണലി നിങ്ങൾക്ക് മീനിങ് ഫുൾ ആയിട്ടുള്ള ലൈഫിൽ ക്ലിയർ ആയിട്ടുള്ള ഗോൾ ആൻഡ് വിഷൻ നിങ്ങളുടെ ലൈഫിൽ സെറ്റ് ചെയ്യാനുമാകും. ജീവിതത്തിൽ ഒരു ലക്ഷ്യവുമില്ലാതെ എന്തൊക്കെയോ ചെയ്ത് ജീവിച്ചു പോകുന്ന ഒരു വ്യക്തിയായി നിങ്ങൾ മാറില്ല. ജീവിതത്തിൽ ഒരു ക്ലിയർ ആയിട്ടുള്ള ഡയറക്ഷനും ഇന്റൻഷനും നിങ്ങൾക്കുണ്ടാകും. ആൻഡ് യു ഡെവലപ്പ് എ സ്ട്രോങ് ആൻഡ് പോസിറ്റീവ് മൈൻഡ് ദാറ്റ് ഈസ് അൺഷേക്കബിൾ. ജീവിതത്തിൽ ചലഞ്ചസിനെ തരണം ചെയ്യുന്ന ഏത് സിറ്റുവേഷനിലും സ്ട്രോങ് ആൻഡ് പോസിറ്റീവായി നിൽക്കുന്ന ക്വാളിറ്റി നിങ്ങളുടെ ജീവിതത്തിൽ ഡെവലപ്പ് ആകും. ഈ കോഴ്സ് നിങ്ങളുടെ മൈൻഡ് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് അടുപ്പിക്കും, അല്ലെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ പിറകേക്ക് വലിക്കും. ഇവിടെ രണ്ടാമത് പറഞ്ഞത് നിങ്ങളുടെ ഒരു ഓപ്ഷൻ ആയിരിക്കില്ല. അതുമാത്രമല്ല, ഇക്കാര്യങ്ങൾ ലൈൻ ചെയ്യുക എന്നത് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക്, നിങ്ങളുടെ ലൈഫിലേക്ക് സീരിയസ് ആൻഡ് കമ്മിറ്റഡ് ആയിട്ടുള്ള ആക്ഷൻ നിങ്ങൾ എടുത്തു തുടങ്ങും. അതിനായിട്ടുള്ള ഒരു പ്രാക്ടിക്കൽ പ്രോഗ്രാമാണിത്. എല്ലാം കൊണ്ടും പവർ ആയിട്ടുള്ള നിങ്ങളുടെ ലൈഫിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാനായി പ്രത്യേകം ഡിസൈൻ ചെയ്ത ഒരു കോച്ചിങ് പ്രോഗ്രാമാണിത്.
ഈ ഫാസ്റ്റ് റീബൂട്ട് 90 ഡേയ്സ് ട്രാൻസ്ഫർമേഷൻ പ്രോഗ്രാം ലിമിറ്റഡ് സീറ്റ് മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. ഉടൻ തന്നെ ജോയിൻ ചെയ്യാനായി ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻ കമന്റിലും കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. ഞങ്ങളുടെ ടീം നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്ക് ദ അൽമനാക് ഓഫ് നേവൽ രവികാന്ത് എന്ന പുസ്തകത്തിലേക്ക് തിരിച്ചു വരാം. ന്യൂ റൂൾസ് ഓഫ് മണി ആൻഡ് ഹെൽത്ത്. ലക്കില്ലെങ്കിലും എങ്ങനെ പണക്കാരനാകാം. പണത്തിനും അന്തസ്സിനും പുറകെ പോകുന്നതിന് പകരം സമ്പത്തുണ്ടാക്കാൻ ശ്രമിക്കണം. കാരണം നിങ്ങൾ ഉറങ്ങുമ്പോൾ പോലും പണം നേടിത്തരുന്നത് സമ്പത്താണ്. പണം എന്നത് സമ്പത്തിനെയും സമയത്തെയും കൈമാറാനുള്ള ഒരു ഉപകരണമാണ്. അന്തസ്സ് സമൂഹത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന സ്ഥാനവും. ന്യായമായ രീതിയിൽ സമ്പത്തുണ്ടാക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കുക. ഇനി നിങ്ങൾ അതിനെ വെറുത്ത് മുഖം തിരിച്ചു നിൽക്കുകയാണെങ്കിൽ പണവും സമ്പത്തും ഒന്നും നിങ്ങളുടെ പക്കൽ എത്തിച്ചേരുകയില്ല. പൈസയുടെയും അന്തസ്സിന്റെയും പേരിൽ ഹുങ്ക് കാണിക്കുന്ന ആളുകളെ ഒഴിവാക്കുക. നിങ്ങളുടെ സമയം മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ട് ഒരിക്കലും സമ്പന്നനാകാൻ കഴിയുകയില്ല. തീർച്ചയായും ഏതെങ്കിലും ഒരു ബിസിനസ്സിൽ പങ്കാളിത്തം വേണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ധാരാളം സമ്പത്ത് പെട്ടെന്ന് നേടിയെടുക്കുവാൻ സാധിക്കും. ആളുകൾക്ക് അവർ ആഗ്രഹിക്കുന്നതോ അല്ലെങ്കിൽ ആവശ്യമായതോ ആയ കാര്യങ്ങൾ കൊടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് സമ്പന്നനാകാൻ കഴിയും. ദീർഘകാലം ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു തൊഴിൽ തിരഞ്ഞെടുക്കുക. ഇന്റർനെറ്റ് വളരെ വലിയ അവസരങ്ങളിലേക്കും നേട്ടങ്ങളിലേക്കുമുള്ള വാതിൽ തുറന്നു തന്നിട്ടുണ്ട്. എന്നാൽ ഇത് മിക്ക ആളുകൾക്കും അറിയില്ല. നിങ്ങൾ തൊഴിൽ ചെയ്യാനായി പങ്കാളികളെ തിരഞ്ഞെടുക്കുമ്പോൾ അവരിൽ ബുദ്ധി, ഊർജം, സമഗ്രത എന്നീ 3 ഗുണങ്ങളുണ്ടെന്ന് ഉറപ്പാക്കുക. പുച്ഛം കാണിക്കുകയും നിഷേധാത്മകവുമായ ആളുകളോട് സഹകരിക്കാതിരിക്കുക. വിൽക്കാനും സൃഷ്ടിക്കാനും പഠിക്കുക. ഇത് രണ്ടും അറിയാമെങ്കിൽ ഏതു തടസ്സവും മറികടക്കാൻ നിങ്ങൾക്ക് സാധിക്കും. പ്രത്യേക അറിവുകൾ, ഉത്തരവാദിത്വം, കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുക എന്നിങ്ങനെ 3 കഴിവുകളും ഉണ്ടാക്കിയെടുക്കുക. പരിശീലനങ്ങളിലൂടെ ഈ പ്രത്യേക അറിവുകൾ നേടാൻ സാധിക്കുകയില്ല. അങ്ങനെ സാധിച്ചിരുന്നെങ്കിൽ ഈ സമൂഹം ആ അറിവുകൾ മറ്റൊരാൾക്ക് കൊടുക്കുകയും നിങ്ങളുടെ സ്ഥാനം അവർക്ക് നൽകുകയും ചെയ്യും. നിങ്ങളുടെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും എന്താണോ അതിനെ പിന്തുടരണം. എന്നാൽ മാത്രമേ സവിശേഷമായ അറിവുകൾ ലഭിക്കുകയുള്ളൂ. ഇങ്ങനെ സ്പെഷ്യലായുള്ള അറിവുകൾ നേടുന്നത് നിങ്ങൾക്കൊരു ഗെയിം പോലെയും മറ്റുള്ളവർക്ക് അതൊരു കഠിനമായ ജോലി പോലെയും ആയിരിക്കും. സ്കൂളുകളിൽ നിന്നും ഇങ്ങനെയുള്ള അറിവുകൾ നേടാൻ സാധിക്കില്ല. ഇതറിയാവുന്ന ഒരാളോടൊത്ത് ജോലി ചെയ്യുകയും സ്വയം നിരീക്ഷിച്ച് മനസ്സിലാക്കുന്നതിലൂടെയും മാത്രമേ ഇത് നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ. ഈ രീതിയിലുള്ള അറിവുകൾ സൃഷ്ടിപരമായതോ അല്ലെങ്കിൽ സൂക്ഷ്മമായതോ ആകും. അതുകൊണ്ട് തന്നെ ഇത് മറ്റുള്ളവരുമായി ചെയ്യാൻ കഴിയില്ല. ഉത്തരവാദിത്ത ബോധവും എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് നേരിടാനുള്ള ധൈര്യവും ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെയാണെങ്കിൽ ഈ സമൂഹം നിങ്ങൾക്ക് ഒരു സ്ഥാനം നൽകും. കൂടുതൽ കാര്യങ്ങൾ കുറഞ്ഞ സമയം കൊണ്ട് ചെയ്തു തീർക്കാൻ കഴിയുന്ന രീതിയിൽ നിങ്ങളെ മാറ്റിയെടുക്കുകയും ചെയ്യും. ആർക്കിമിഡീസ് പറഞ്ഞതുപോലെ, ഇഫ് യു ഗിവ് മി എ ലിവർ ആൻഡ് എ പ്ലേസ് ടു സ്റ്റാൻഡ്, ഐ ക്യാൻ മൂവ് ദ വേൾഡ്. സമ്പത്തുണ്ടാക്കണമെങ്കിൽ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ജോലികൾ ചെയ്തു തീർക്കാനുള്ള കഴിവ് അത്യാവശ്യമാണ്. മൂലധനം എന്നത് പണമാണ്. പണം സമ്പാദിക്കാനായി ആദ്യം തന്നെ നിങ്ങളുടെ അറിവുകളും അതിനോടൊപ്പം ഉത്തരവാദിത്വവും ചേർത്തുകൊണ്ട് നല്ല റിസൾട്ടുകൾ ഉണ്ടാക്കി ആളുകളെ കാണിക്കണം. കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ജോലി തീർക്കുന്നതിനായി ജോലിക്കാരിലും കഴിവുകളിലുമാണ് ഇൻവെസ്റ്റ്മെന്റ് വേണ്ടത്. എല്ലാവരും നിക്ഷേപത്തിന് പിന്നാലെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇത് മറ്റൊരാൾ നമുക്ക് നൽകേണ്ടതാണ്. അതുപോലെ എല്ലാവരും ഒരു നേതാവാകാൻ ശ്രമിക്കുന്നു. എന്നാൽ ആദ്യം നമ്മളെ പിന്തുടരുന്ന അണികളെയാണ് ഇതിന് ആവശ്യം. കോഡിങ്ങും മീഡിയയും എല്ലാം പണമുണ്ടാക്കാനുള്ള മികച്ച മാർഗങ്ങളാണ്. ഇപ്പോഴുള്ള പുതുപ്പണക്കാരുടെ ഒക്കെ പണത്തിന് പിന്നിലും അതൊക്കെ തന്നെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിലും ഒരു മീഡിയ ഉണ്ടാക്കാൻ കഴിയും. അത് നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് പോലും സമ്പാദ്യം തന്നുകൊണ്ടേയിരിക്കും. സൗജന്യമായി നിങ്ങൾക്കായി ജോലികൾ ചെയ്യുന്ന ധാരാളം റോബോട്ടുകൾ ഇപ്പോൾ ലഭ്യമാണ്. അവയെ ഉപയോഗപ്പെടുത്തുക. നിങ്ങളെ കൊണ്ട് കോഡിംഗ് ചെയ്യാൻ കഴിയില്ലെങ്കിൽ ബുക്കുകളോ ബ്ലോഗുകളോ ഒക്കെ എഴുതുക. അല്ലെങ്കിൽ വീഡിയോകൾ എടുക്കുകയോ പോഡ്കാസ്റ്റ് തുടങ്ങുകയോ ചെയ്യുക. നിങ്ങളുടെ കഴിവുകളെ വർദ്ധിപ്പിക്കാൻ കഴിയുന്ന ഒന്നിൻ്റെ പേരാണ് ലിവറേജ്. ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ എക്സ്പീരിയൻസ് അത്യാവശ്യമാണ്. എന്നാൽ നല്ല സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യുന്നതിലൂടെ ശരിയായ തീരുമാനങ്ങൾ പെട്ടെന്ന് എടുക്കാൻ കഴിയും. മൈക്രോ ഇക്കണോമിക്സ്, ഗെയിം തിയറി, സൈക്കോളജി, പ്രേരണ, നീതി, ഗണിതം, കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്നിവയിലൊക്കെ അറിവുകൾ നേടുക. കേൾക്കുന്നതിനേക്കാൾ എഴുതുന്നതിന് വേഗം കൂടുതലാണ്. കാണുന്നതിനേക്കാൾ അത് ചെയ്യുന്നത് അതിവേഗമാണ്. നിങ്ങളുടെ മണിക്കൂർ നിരക്ക് തീരുമാനിക്കുക. ഇനിയൊരു പ്രശ്നം വരുമ്പോൾ അത് പരിഹരിക്കുന്നതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന തുക നിങ്ങൾ നേരത്തെ തീരുമാനിച്ചതിനേക്കാൾ കുറവാണെങ്കിൽ ആ പണി ചെയ്യാതെ ഇരിക്കുക. ഇനി മറ്റൊരാളെ അത് ഏൽപ്പിക്കുമ്പോൾ നിങ്ങളുടെ മണിക്കൂർ നിരക്കിനേക്കാൾ കുറവാണ് അയാളുടെ റേറ്റ് എങ്കിൽ ആ ജോലി അയാളെ കൊണ്ട് ചെയ്യിക്കുക. നിങ്ങൾ ആരുടെ കൂടെ എന്ത് ജോലി ചെയ്യുന്നു എന്നത് പ്രധാനമാണെങ്കിലും നിങ്ങളെക്കൊണ്ട് എത്രത്തോളം പറ്റുമോ അത്രത്തോളം കഠിനാധ്വാനം ചെയ്യുക. നിങ്ങൾ എന്ത് ചെയ്യുന്നോ അതിൽ നിങ്ങളാണ് ഏറ്റവും മികച്ചത് എന്ന നില വരുന്നതുവരെ
തുടർച്ചയായി അത് ചെയ്തുകൊണ്ടേയിരിക്കുക. വളരെ വേഗത്തിൽ സമ്പന്നനാകാൻ കഴിയുന്ന ഒന്നില്ല. ഇനി അഥവാ അങ്ങനെയൊന്നും ഉണ്ടെങ്കിൽ അത് തീർച്ചയായും മറ്റൊരാൾക്ക് നിങ്ങളെ ഉപയോഗിച്ച് സമ്പന്നനാകാനുള്ള വഴിയായിരിക്കും. കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ ജോലികൾ നിങ്ങൾ നേടിയെടുത്ത അറിവുകൾ കൊണ്ട് ചെയ്തു തീർക്കാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യം പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കാൻ സാധിക്കും. ഇത്രയും നേരം നമ്മൾ കണ്ടത് നേവൽ രവികാന്ത് അദ്ദേഹത്തിന്റെ ട്വിറ്ററിലിട്ട ട്വീറ്റ്സുകളുടെ മലയാളത്തിലുള്ള പകർപ്പാണ്. ഇനി നമുക്ക് ഈ കണ്ട ട്വീറ്റ്സിനെ എല്ലാം സമ്മറൈസ് ചെയ്യാം. ഇനി ഇത്രയും നേരം കണ്ടത് തന്നെ ഒരു സമ്മറി ആയിട്ട് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ അതിശയമൊന്നും വേണ്ട. കാരണം ഈ പറഞ്ഞതിൽ ഓരോ ട്വീറ്റും സെപ്പറേറ്റായി എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ഏകദേശം 5-10 മിനിറ്റോളം അതിനെപ്പറ്റി മാത്രം സംസാരിക്കാൻ കഴിയും. അത്രയ്ക്കും ഡീപ്പായുള്ള അർത്ഥങ്ങളുള്ളതാണ് നേവൽ രവികാന്തിന്റെ ഓരോ ട്വീറ്റുകളും. ഇത്രയും നേരം കണ്ട എല്ലാ ട്വീറ്റ്സിനെയും 2 വാക്കുകൾ കൊണ്ട് നമുക്ക് സമ്മറൈസ് ചെയ്യാൻ കഴിയും. പ്രൊഡക്റ്റൈസ് യുവർ സെൽഫ്. ഈ 2 വാക്കുകൾക്ക് പിന്നിലും നിരവധി അർത്ഥങ്ങൾ ആഡ് ചെയ്യാൻ കഴിയും. നിങ്ങളുടെ സ്പെസിഫിക് നോളജിനെയും ലിവറേജിനെയും യൂസ് ചെയ്ത് ഒരു മാർക്കറ്റ് പ്ലേസിൽ നിങ്ങളെ തന്നെ വിൽക്കാൻ കഴിയുന്ന ഒരു വസ്തുവായി നിങ്ങൾ സ്വയം മാറ്റിയെടുക്കുന്നത് ഇതിനൊരർത്ഥമാണ്. സമ്പത്തുണ്ടാക്കുന്ന ഒരു മനുഷ്യനായി നിങ്ങളെ മാറ്റിയെടുക്കുക എന്നത് ഇതിന് മറ്റൊരു അർത്ഥമായും പറയാം. സമ്പത്തുണ്ടാക്കുക എന്നത് നിങ്ങളുടെ ഒരു ലോങ് ടേം ഗോൾ ആണെങ്കിൽ ഈ പറയുന്ന ചോദ്യങ്ങളെല്ലാം നിങ്ങൾ സ്വയം ചോദിക്കേണ്ടതാണ്. 1. നിങ്ങൾ എന്ത് ചെയ്യുന്നു ആ കാര്യം നിങ്ങൾക്ക് ഓതന്റിക്കായ അല്ലെങ്കിൽ സത്യസന്ധമായ ഒന്നായിട്ടാണോ തോന്നുന്നത്? 2. നിങ്ങൾ എന്ത് ചെയ്യുന്നു അത് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ സ്വയം പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ ആ കാര്യത്തെ നിങ്ങൾ പ്രൊഡക്റ്റൈസ് ചെയ്യുന്നുണ്ടോ? അതായത് പണമായിട്ട് കൺവേർട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു വസ്തുവായി നിങ്ങൾ അതിനെ മാറ്റുന്നുണ്ടോ? 3. ഇതിനെ നിങ്ങൾ അടുത്ത ലെവലിലേക്ക് വളർത്താനുള്ള കാര്യങ്ങൾ എടുക്കുന്നുണ്ടോ? ഇതിനെ അടുത്ത ഘട്ടത്തിലേക്ക് വളർത്താനായി ഇന്റർനെറ്റ്, മീഡിയ, കോഡിംഗ് ഇങ്ങനെയുള്ള ടെക്നോളജികൾ ഉപയോഗിക്കുന്നുണ്ടോ? പണവും സമ്പത്തും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയുമോ? സമ്പത്തിനെ ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്ന വസ്തുവിന്റെ പേരാണ് പണം. ഇത് ഒരു തരത്തിലുള്ള സോഷ്യൽ ക്രെഡിറ്റ് ആണ്. അതായത് മറ്റുള്ളവരുടെ നേരത്തെ നിങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രതിഫലം. ഞാനൊരു ജോലി കൃത്യമായി ചെയ്തെന്ന് കരുതുക. അതുമൂലം മറ്റുള്ള ആളുകൾക്ക് എന്തെങ്കിലും വാല്യൂ ലഭിച്ചു എന്നും കരുതുക. അപ്പോൾ ഈ സൊസൈറ്റി എന്നോടുള്ള നന്ദി സൂചകമായി ഭാവിയിൽ എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നേടാനായി എനിക്ക് നൽകുന്ന ഒരു ടിക്കറ്റാണ് ഈ പണം എന്ന് പറയുന്നത്. ഈ പണം നിങ്ങളുടെ കയ്യിൽ നിറയെ ഉണ്ടെങ്കിൽ നിങ്ങളെക്കൊണ്ട് എല്ലാം നേടിയെടുക്കാൻ കഴിയും എന്നാണ് മിക്കവരും കരുതുന്നത്. എന്നാൽ നിങ്ങളുടെ വിശ്വാസത്തെയും കാഴ്ചപ്പാടിനെയും മാറ്റിയേ തീരുകയുള്ളൂ. കാരണം സമ്പത്തിനെയാണ് നമ്മൾ തേടേണ്ടത്. അതിനെയാണ് നമുക്ക് ആവശ്യം. നിങ്ങൾ ഉറങ്ങുമ്പോൾ പോലും നിങ്ങൾക്ക് നേട്ടങ്ങൾ കൊയ്യാൻ പറ്റുന്ന കാര്യത്തിന്റെ പേരാണ് സമ്പത്ത്. അത് ചിലപ്പോഴൊരു കമ്പനി ആയിരിക്കാം, ഫാക്ടറി ആയിരിക്കാം, ഒരു റോബോട്ട് ആയിരിക്കാം, ഒരു ആപ്പ് ആയിരിക്കാം, ഒരു വെബ്സൈറ്റ് ആയിരിക്കാം, ഒരു വീഡിയോ ആയിരിക്കാം. മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ സ്വത്തുക്കൾ വരെ ഒരു രീതിയിൽ സമ്പത്താണ്. ഉദാഹരണത്തിന് നിങ്ങളുടെ കയ്യിൽ ഒരു വീടുണ്ടെങ്കിൽ ആ വീട് വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ അതുവഴി നിങ്ങൾക്ക് പൈസ സമ്പാദിക്കാൻ സാധിക്കും. സോ ഇതൊക്കെയാണ് സമ്പത്ത് എന്നതുകൊണ്ട് നേവൽ രവികാന്ത് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഉറങ്ങുമ്പോൾ പോലും നിങ്ങൾക്ക് സമ്പാദ്യം നേടിത്തരുന്ന ഒന്നാണ് സമ്പത്ത്. അതിനെയാണ് നിങ്ങൾ തേടിക്കൊണ്ടിരിക്കേണ്ടത്. ചരിത്രമെടുത്ത് നോക്കുകയാണെങ്കിൽ ഓരോ കാലഘട്ടത്തിലും സമ്പത്ത് നേടാൻ കഴിയുന്ന രീതിയിലുള്ള വഴികൾ ഉണ്ടായപ്പോൾ, അതായത് ഒരു സമയത്ത് ഇൻഡസ്ട്രികൾ വന്നു ആൻഡ് ആ ഇൻഡസ്ട്രികൾ എല്ലാം ആര് ഓൺ ചെയ്തോ അവരെല്ലാം അപ്പോഴത്തെ സമ്പന്നരായി മാറി. പിന്നീട് എണ്ണ അല്ലെങ്കിൽ ഓയിലിന്റെ കാലഘട്ടമായിരുന്നു. അന്ന് ഇതുമായി ബന്ധപ്പെട്ട തൊഴിൽ തിരഞ്ഞെടുത്തവരെല്ലാം സമ്പന്നരായി മാറി. അതുപോലെ ഇപ്പോൾ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ടെക്നോളജി യുഗത്തിലാണ്. ഇവിടെ ആരെല്ലാം ടെക്നോളജികളെ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നോ അവർക്കെല്ലാം അധികമായി സമ്പാദിക്കാൻ കഴിയും. ഇനി ഈ സമ്പത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്പെസിഫിക് നോളജ് ഉണ്ടാക്കിയെടുക്കാനും ശ്രമിക്കണം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയറും ചെയ്യുക. ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റൊരു വീഡിയോയിൽ ഇനിയും കാണാം. നന്ദി.